ഇത് ശരിക്കും NMMS വിദ്യാർത്ഥികളോട് ചെയ്യുന്ന വലിയ കൊടും ക്രൂരത തന്നെയായിട്ട് തന്നെ നമ്മൾ മുദ്ര കുത്തേണ്ടി വരുന്നു. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ എപ്പോഴും സത്യത്തിന് കൂടെ തന്നെ നിന്നിട്ടുള്ളൂ. നമ്മൾ പറയാറുണ്ട്, നല്ലത് ചെയ്താൽ അത് നല്ലതായിട്ട് തന്നെ നമ്മൾ കൈയടിക്കും. പക്ഷേ വിദ്യാർത്ഥികളോട് ചെയ്യുന്ന ഈ കൊടും ക്രൂരതയ്ക്ക്, ഈ കൊടും ചതിക്ക് നമ്മൾ ഒരിക്കലും കൂട്ടു നിൽക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇത്രയും കാലം നമ്മൾ അത് തന്നെ ചെയ്തിട്ടുള്ളൂ. എന്താണ് സാറേ പ്രശ്നം? പ്രശ്നം നിങ്ങൾ കേൾക്കണം, പ്രശ്നം നിങ്ങൾ അറിയണം മക്കളെ. നിങ്ങൾ കമന്റ് ബോക്സിലൂടെ കാര്യങ്ങൾ അറിയിക്കണം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിൽ തന്നെ ഏകദേശം 100ഓളം വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും റിസൾട്ട് ലഭിച്ചിട്ടില്ല. ചിലർക്ക് സാറ്റിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ മാറ്റിൻ്റെ റിസൾട്ടിൻ്റെ ഭാഗത്ത് ഇൻവാലിഡ് റോൾ നമ്പർ എന്ന് കാണിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ കട്ട് ഓഫ് മാർക്ക് ഇപ്പോഴും നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. അതായത് എക്സാം എഴുതി റിസൾട്ട് വന്ന കുട്ടികൾക്ക് വരെ ഞങ്ങൾ ക്വാളിഫൈഡ് ആണോ, ഇതാണോ ഞങ്ങളുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പോലും പറയാൻ, ഒന്ന് ആശ്വസിക്കാൻ, ഒന്ന് സന്തോഷിക്കാൻ കഴിയില്ല. പോട്ടെ, റിസൾട്ട് വന്നവരുടെ കാര്യമാണെന്ന് വിചാരിക്കാം. എന്നാൽ നമ്മുടെ 10 അല്ലെങ്കിൽ ഒരു 12 13 വയസ്സ് മാത്രമുള്ള പിഞ്ചു കുട്ടികൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവരുടെ ഒരുപാട് പ്രതീക്ഷ പോലെ അവരുടെ പാരൻസ് റിസൾട്ട് വന്നോ പാരൻസ് ഒരുപക്ഷെ ആശ്വസിപ്പിക്കുന്നുണ്ടാവും. നമ്മുടെ പ്രായമാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. ഇത് പിഞ്ചു പൈതങ്ങളാണ്. ഒരുപക്ഷെ അവരുടെ ബെഞ്ചിലിരുന്ന ഒരു കുട്ടിയുടെ റിസൾട്ട് വന്നിട്ടുണ്ടാവും, അവർ ക്വാളിഫൈഡ് ആണെന്ന് അവർ പറയുന്നുണ്ടാവും. ഇത് സ്വന്തം റിസൾട്ട് നോക്കുമ്പോൾ ഇൻവാലിഡ് റോൾ നമ്പർ കാണിക്കുമ്പോൾ അത് വലിയ ചതി തന്നെയുണ്ട്. ഇത് ആരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെങ്കിലും അത് പെട്ടെന്ന് തന്നെ തിരുത്തണം. ഇനി വിദ്യാർത്ഥികളെ ആശ്വസിപ്പിക്കാൻ എത്രയോ മാർഗങ്ങളുണ്ട്. വിദ്യാർത്ഥികളോട് നമ്മൾ ഇതിന് വേണ്ടപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ശരിക്കും വന്നിട്ട് ഒരു വാർത്താ സമ്മേളനത്തിലൂടെ അറിയിക്കാവുന്നുള്ളൂ. പോട്ടെ, ഒരു എഴുത്തിലൂടെ അറിയിക്കാവുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിസൾട്ട് വരും, അത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. ഇത് വിദ്യാർത്ഥികൾ റിസൾട്ട് അടിച്ചു നോക്കും, സാറ്റിൻ്റെ റിസൾട്ട് ഉണ്ടാവും, മാറ്റിൻ്റെ ഭാഗത്ത് ഇൻവാലിഡ് റോൾ നമ്പർ എന്ന് കാണിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ആശങ്കയാവും. അവർ ആരോട് പോയി പറയും? ഇത് ടോട്ടൽ നടക്കുന്ന SSLC എക്സാമോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പോട്ടെ നിൽക്കാം. ഒരുപക്ഷെ ഒരു സ്കൂളിൽ കുറച്ച് പേർ മാത്രമേ എഴുതുന്ന ഒരു ഏറ്റവും അടിപൊളിയായിട്ടുള്ള എക്സാമാണ്. ആ എക്സാമിനൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷെ ഇങ്ങനെയാണ് എക്സാം നടത്തുന്നതെങ്കിൽ അത് വിദ്യാർത്ഥികൾക്ക് വീണ്ടും മടുപ്പുണ്ടാവും. ഒരുപക്ഷെ ഇതേ വിദ്യാർത്ഥികൾ ഈ റിസൾട്ട് ഇൻവാലിഡ് ആയിട്ട് ഒരുപാട് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സമയങ്ങളാണെങ്കിൽ പോട്ടെ ഒരു മിനിറ്റ് ആണെങ്കിൽ പോലും അവർ അത്രത്തോളം ബുദ്ധിമുട്ടിട്ടുണ്ടെങ്കിൽ, അവർ അത്രത്തോളം ആശങ്കാജനകമാകണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അവർക്ക് അടുത്തൊരു എക്സാം വരുമ്പോൾ അവരെങ്ങനെയാണ് ഇത് അറ്റൻഡ് ചെയ്യുക? അടുത്തൊരു എക്സാം വരുമ്പോൾ, അടുത്തൊരു കോമ്പറ്റേറ്റീവ് എക്സാം വരുമ്പോൾ അവർ പറയും ഞങ്ങളില്ല. അവരുടെ പാരൻസ് പറയും വേണ്ട, അന്നും നിങ്ങൾ എക്സാം എഴുതിയിട്ട് എത്ര ദിവസമാണ് ഉറക്കമില്ലാതെ കഴിഞ്ഞു പോയത്. അതുകൊണ്ട് ഇതിന് മറുപടി പറഞ്ഞാൽ മതിയാവുള്ളൂ. ഞാൻ വീണ്ടും പറയട്ടെ, എജുപോർട്ട് ഇതിൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ട്. ഒരാളുടെയും റിസൾട്ട് തടയാനാവില്ല. എക്സാം എഴുതിയിട്ടുണ്ടോ, നമ്മൾ വീണ്ടും പറയാണ്, അനീതിക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. അത് അങ്ങനെ തന്നെ പറയും. ഒരിക്കലും നമ്മളിങ്ങനെ പാഠപുസ്തകങ്ങൾ എടുത്ത് അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററുകൾ എടുത്തു പോകുന്നത് നമ്മൾ അങ്ങനത്തെ ഒരു അധ്യാപകൻ നമുക്ക് ആവണ്ട. വിദ്യാർത്ഥികളുടെ കൂടെ അത് ഏതറ്റം വരെ പോകാനും നമ്മൾ തയ്യാറായി നിൽക്കുകയാണ്. എല്ലാവരുടെയും റിസൾട്ട് വരും മക്കളെ. നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, ഒരു ടെൻഷനും വിചാരിക്കേണ്ട. നമ്മൾ കൂടെ തന്നെ ഉണ്ട്. ഇതിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞിട്ടുണ്ട് ഓരോ അധ്യാപകരും. ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും, പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ഓരോ അധ്യാപകരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾ ഒരു ഭയം വേണ്ട. നിങ്ങൾക്കുണ്ടായ അനുഭവം ജസ്റ്റ് കമൻറ്റിലൂടെ അറിയിക്കുക. ഒരു ടെൻഷനും വേണ്ട മക്കളെ. പെട്ടെന്ന് തന്നെ ഇതിന് പരിഹാരം കാണുമെന്ന് വിശ്വസിക്കാം, പ്രതീക്ഷിക്കാം. താങ്ക്